പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും കെമിസ്ട്രിയുടെ മാന്ത്രിക ലോകത്തേക്ക് സ്വാഗതം. 10ാം സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്ററായ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ഈ പാഠഭാഗത്തെ 3ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്തോ? എല്ലാവരും ബുക്ക് എടുത്തേ. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? അതെ, സോഡിയം എന്തുകൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു? വൈ സോഡിയം കെപ്റ്റ് ഇൻ കെറോസിൻ? എന്താ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയത്? നോക്കൂ, സോഡിയം അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ഈർപ്പം മോയിസ്ചർ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവയുമായി പ്രവർത്തിക്കുന്നു. വളരെ വേഗത്തിലാണ് ഇവയുമായി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതുകൊണ്ടാണ് സോഡിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്, അല്ലേ? സോഡിയം റിയാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ, മോയിസ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വെരി ഫാസ്റ്റ്ലി. സോ സോഡിയം ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ. 2ാമത്തെ ഹോംവർക്ക്, അതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പുളിരസമുള്ള പദാർത്ഥങ്ങൾ, നിങ്ങൾ വീട്ടിൽ ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്ന തൈര്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മോര് കറി, വാളൻപുളി വെച്ചുള്ള പുളിരസം, ഇതിലെല്ലാം ആസിഡ് ഉണ്ടെന്ന് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ആസിഡും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും അലൂമിനിയം തമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആൻസർ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കർഡ് ആൻഡ് ടാമിറിൻഡ് കണ്ടെയ്ൻ ആസിഡ്. This acid reacts with aluminum metal, so we do not keep sour food in aluminum vessels. ഇനി ശരിയായ ആൻസർ എഴുതിയ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എൻ്റെ വക ഒരു സമ്മാനം. അതിനുവേണ്ടി നിങ്ങളെ ഞാനൊരു കെമിസ്ട്രിയുടെ ഒരു മാജിക് ബോക്സ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ എന്ത് കെമിസ്ട്രി ചോദിച്ചാലും ഇതിൽ നിന്ന് കിട്ടും. ശരിയായ ആൻസർ എഴുതിയ നിങ്ങൾക്ക് സമ്മാനം വേണ്ടേ? നമുക്ക് ഈ മാജിക് ബോക്സ് ഒന്ന് തുറന്നാലോ? നിങ്ങൾ റെഡിയല്ലേ? എല്ലാവരും ശ്രദ്ധാപൂർവം നോക്കണം. നമ്മുടെ കെമിസ്ട്രിയുടെ മാജിക് ബോക്സാണ്. ഇത് തുറന്നു നോക്കണ്ടേ? നോക്കാം. ഇനി നിങ്ങൾക്കുള്ള സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം. ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം, വായുവുമായുള്ള പ്രവർത്തനം, അതുപോലെ ഡൈല്യൂട്ട് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ലോഹങ്ങളുടെ ഈ 3 കാര്യങ്ങളുമായിട്ടുള്ള ക്രിയാശീലത വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത റേറ്റിലാണ് ഇവയെല്ലാം വായുവുമായിട്ടും ജലവുമായും ആസിഡുമായിട്ടും പ്രവർത്തിക്കുന്നത്. എങ്കിൽ ലോഹങ്ങളുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്കിവയെ ക്രമീകരിക്കാം. ലോഹങ്ങൾ എങ്ങനെയാണ് ആ ക്രമത്തിൽ വരുന്നതെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് ആ ലോഹങ്ങളെ ക്രമപ്പെടുത്താൻ മാജിക് ബോക്സിൻ്റെ സഹായം തേടാം. റെഡിയല്ലേ?
ഇനി നമുക്ക് ഈ ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കൂ, ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തനശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ച ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. The series obtained by arranging of metals in the decreasing order of their reactivity is known as reactivity series. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്രിയാശീല ശ്രേണിയിൽ വന്നിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ ശ്രേണി നിങ്ങൾ പരിശോധിച്ചപ്പോൾ ലോഹങ്ങളിൽ പെടാത്ത ഒരു മൂലകം, ഒരു ഇലമെൻറ്റ് ഇതിലുണ്ട്. ഏതായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടില്ലേ? അതെ, ആൻസർ പറഞ്ഞു, ഹൈഡ്രജൻ അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഹൈഡ്രജനെ ഈ ക്രിയാശീല ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ശ്രേണിയിൽ രാസപ്രവർത്തന ശേഷിയുടെ താരതമ്യ പഠനത്തിനു വേണ്ടിയാണ് ഹൈഡ്രജൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈഡ്രജൻ ഈസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സീരീസ് ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിഷൻ ഓഫ് കെമിക്കൽ റിയാക്ടിവിറ്റി. ഹൈഡ്രജന് തൊട്ട് മുകളിലുള്ള ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. എന്നാൽ ഹൈഡ്രജന് താഴെയുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രജന് താഴെയുള്ള ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഓർക്കണം. These metals reacts with dilute HCl displace hydrogen. These metal, copper, silver, gold, do not displace hydrogen from dilute HCl. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി നമുക്ക് ക്രിയാശീല ശ്രേണിയും ആദേശരാസപ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് പഠിക്കാം. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശരാസപ്രവർത്തനം? ഞാൻ നിങ്ങളെ 2 ബോൾ പരിചയപ്പെടുത്തുകയാണ്. ഈ 2 ബോളും ചേർന്നിരിക്കുകയാണ്. ഇതിനടുത്തേക്ക് മറ്റൊരു ബോൾ വരുന്നു, ഒരു റെഡ് ബാൾ, ചുമന്ന ബാൾ അല്ലേ? ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു പച്ച ബോളും ഒരു മഞ്ഞ ബോളും. ഇത് രണ്ടും ചേർന്നിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഈ പച്ച ബോളിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അതേ പൊസിഷനിൽ ഒരു ചുമന്ന ബോൾ കടന്നു വരും. ഇതിനെയാണ് ആദേശം ചെയ്തു എന്ന് പറയും. അതായത് പച്ച ബോളിനെ ചുമന്ന ബോൾ ആദേശം ചെയ്തു എന്ന് പറയാം. ഇതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആദേശരാസപ്രവർത്തനങ്ങളിലും. റിയാക്ടിവിറ്റി സീരീസും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ അത് തെളിയിക്കാൻ വേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? എല്ലാവരും തയ്യാറല്ലേ? ഒന്നാമത്തെ ബീക്കറിൽ ഞാൻ അല്പം കോപ്പർ സൾഫേറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, തുരിച്ച് അല്ലേ? രണ്ടാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ബീക്കറിൽ ജലം, വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ലോഹങ്ങളാണ്. സിങ്ക് പ്ലേറ്റ്, അടുത്തതായി വേണ്ടത് കോപ്പർ പ്ലേറ്റ്. നിങ്ങളുടെ പുസ്തകത്തിൽ പരീക്ഷണത്തിൽ കോപ്പർ റോഡും സിങ്ക് റോഡുമാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം. നമ്മൾ ഇതുപയോഗിച്ചല്ല ചെയ്യുന്നത്, പ്ലേറ്റ് ഉപയോഗിച്ചാണ്. കുറച്ചും കൂടെ ദൃശ്യമാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ റോഡിന് പകരം എന്തുപയോഗിച്ചിരിക്കുന്നത്? പ്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഒന്നാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ റെഡിയാക്കണം. കോപ്പർ സൾഫേറ്റ് ലായനി തയ്യാറാക്കണം. അതിനുവേണ്ടി അതിൽ കുറച്ച് ജലം ചേർക്കുകയാണ്. ഇപ്പോൾ ആ നീല നിറം കാണുന്നുണ്ടല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്താണ്?
ബ്ലൂ. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ തയ്യാറാക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ലായനിയും മറ്റൊരു ബീക്കറിൽ കുറച്ച് സിങ്ക് സൾഫേറ്റ് ലായനിയും തയ്യാറാക്കുക. പ്രിപ്പയർ സം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ ആൻഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ അനദർ ബീക്കർ. ഈ ഒന്നാമത്തെ ബീക്കറിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് പ്ലേറ്റ് താഴ്ത്തണം. അതുപോലെ രണ്ടാമത്തെ ബീക്കറിലെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ കോപ്പറിൻ്റെ പ്ലേറ്റുമാണ് താഴ്ത്തുക. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഡിപ്പ് എ സിങ്ക് പ്ലേറ്റ് ഇൻ ഫസ്റ്റ് ബീക്കർ കണ്ടെയ്നിങ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ഡിപ്പ് എ കോപ്പർ പ്ലേറ്റ് ഇൻ സെക്കൻഡ് ബീക്കർ കണ്ടെയ്നിങ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. ഒരേ സമയം രണ്ടും താഴ്ത്തി. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നതെന്ന് പറയണം. ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ 2 ബീക്കർ ആഫ്റ്റർ സം ടൈം. ഇനി നമുക്ക് ഇവിടെ നടന്ന നിരീക്ഷണങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം. ഒന്നാമത്തെ ബീക്കറിൽ എന്ത് സൊല്യൂഷനാണ് എടുത്തത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതിലേക്ക് എന്ത് പ്ലേറ്റ് താഴ്ത്തി? സിങ്ക് പ്ലേറ്റ് അല്ലേ? എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇതേ നോക്കിയേ, കോപ്പർ ആവരണം അല്ലേ? കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തിയ ഭാഗം കോപ്പർ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ ബീക്കർ ഒന്ന് പരിശോധിക്കാം. നോക്കിക്കേ, എന്തെങ്കിലും മാറ്റം കോപ്പർ പ്ലേറ്റിന് സംഭവിച്ചോ? പറയൂ. ഇല്ല അല്ലേ? അതെ. എങ്കിൽ നമുക്ക് ഈ 2 ബീക്കറിലും നിങ്ങൾ രേഖപ്പെടുത്തിയ നിരീക്ഷണ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ പട്ടിക നോക്കിയേ. സിങ്ക് പ്ലേറ്റിൻ്റെ നിറം, കളർ ഓഫ് സിങ്ക്, പരീക്ഷണത്തിന് മുൻപ് എന്തായിരുന്നു? ചാരനിറം, ആഷ് കളർ. പരീക്ഷണത്തിനു ശേഷം ചെമ്പിൻ്റെ നിറമായി മാറി, അതായത് കളർ ഓഫ് കോപ്പർ. പരീക്ഷണത്തിന് മുൻപ് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്തായിരുന്നു? കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നീല നിറം, ബ്ലൂ കളർ. പരീക്ഷണത്തിനു ശേഷം നീലനിറം മങ്ങുന്നു, ഫെയ്ഡ് ദ ബ്ലൂ കളർ. ഇനി രണ്ടാമത്തെ ബീക്കറിലോ? അവിടെ യാതൊരു മാറ്റവും കാണാൻ സാധിച്ചില്ല. അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? അവിടെ ഒരു രാസപ്രവർത്തനവും നടന്നില്ല. ഇനി നമുക്ക് ഒന്നാമത്തെ ബീക്കറിൽ നടന്ന രാസപ്രവർത്തനം എന്തായിരിക്കുമെന്ന് നോക്കാം. റൈറ്റ് ഡൗൺ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് ബീക്കർ. അതെ, ഇവിടെ ഏതൊക്കെ തമ്മിലായിരിക്കണം പ്രവർത്തിച്ചത്? സിങ്കും കോപ്പർ സൾഫേറ്റ് അല്ലേ? Zn പ്ലസ് CuSO4 gives ഈ സൊല്യൂഷൻ കുറേ കഴിയുമ്പോൾ എന്താകും? സിങ്ക് സൾഫേറ്റ് ZnSO4. കോപ്പർ എവിടെ പോയി? ഈ പ്ലേറ്റിൽ വന്നിരിക്കുന്നു. ഈ റിയാക്ഷൻ നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. അതെ, Zn പ്ലസ് CuSO4 gives ZnSO4 പ്ലസ് Cu. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനി ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ നടന്ന രാസപ്രവർത്തനം നിങ്ങൾ എഴുതി അല്ലേ? ഒന്നാമത്തെ ബീക്കറിൽ ഏതൊക്കെ ലോഹങ്ങളായിരിക്കാം ഇവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്? അതെ, കോപ്പർ സൾഫേറ്റിൽ കോപ്പറുണ്ട്. സിങ്ക് പ്ലേറ്റിൽ ആരുണ്ട്? സിങ്ക് ഉണ്ട്. ഇവ തമ്മിലായിരിക്കണം ഇവിടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഇവിടെ ഒന്നാമത്തെ ബീക്കറിൽ രാസപ്രവർത്തനം നടന്നു. ഇവയുടെ രണ്ടിൻ്റെയും സ്ഥാനം നിങ്ങൾ ക്രിയാശീല ശ്രേണിയിൽ ഒന്ന് നോക്കിക്കേ. കോപ്പറിൻ്റെ സ്ഥാനം കണ്ടല്ലോ, അതുപോലെ സിങ്കിൻ്റെ സ്ഥാനം നോക്കിയേ.
ഏതാണ് ക്രിയാശീലത കൂടുതൽ? അതെ, സിങ്ക്. കോപ്പറിനേക്കാൾ സിങ്കിന് ക്രിയാശീലത കൂടുതലാണ്. അപ്പോൾ അവിടെ രാസപ്രവർത്തനം നടന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നു. നമ്മൾ നേരത്തെ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് സിങ്ക് പ്ലേറ്റ് താഴ്ത്തി ഒരു പരീക്ഷണം ചെയ്തല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനമാണ് ഞാനിവിടെ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കാണണം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഒരു ബീക്കർ എടുത്തു. ബീക്കറായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ബീക്കറിലേക്ക് നമ്മൾ എന്ത് ലായനി ഒഴിച്ചു? കോപ്പർ സൾഫേറ്റ് ലായനി, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബീക്കറിലേക്ക് ഒഴിക്കുകയാണ്. കോപ്പർ സൾഫേറ്റ് CuSO4 നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നീല നിറത്തിലുള്ള കോപ്പർ സൾഫേറ്റ് ലായനി, തുരിശ് ലായനി. ഞാൻ 4 കോപ്പർ സൾഫേറ്റ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ കോടിക്കണക്കിന് കോപ്പർ സൾഫേറ്റ് ഏതിലുണ്ട്? നമ്മുടെ കോപ്പർ സൾഫേറ്റ് ലായനിയിലുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്തത്? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ സിങ്കിൻ്റെ ഒരു പ്ലേറ്റ് താഴ്ത്തി അല്ലേ? സിങ്ക് പ്ലേറ്റ് റെഡിയായി. ദേ സിങ്ക് പ്ലേറ്റ്, Zn സിങ്ക്. ഇതെല്ലാം സിങ്ക് ആറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം സിങ്ക് ആറ്റത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലേറ്റിലും കോടിക്കണക്കിന് സിങ്കിൻ്റെ ആറ്റങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. പക്ഷേ ഞാൻ 5 ആറ്റങ്ങളെ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി വലുതായിട്ട് ആറ്റത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ സിങ്ക് പ്ലേറ്റ് നമ്മൾ എന്തിലേക്ക് താഴ്ത്തി? കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് താഴ്ത്തി. താഴ്ത്തി കഴിഞ്ഞു. ഇനി എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം? അത് നമുക്കറിയണ്ടേ? സിങ്ക് പ്ലേറ്റിലെ സിങ്ക് ആറ്റങ്ങൾ, ഇതാണല്ലോ സിങ്ക് ആറ്റം. എല്ലാവരും ശ്രദ്ധിക്കണം, Zn ഇത് സിങ്ക് ആറ്റമാണ്. ഈ സിങ്ക് ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾ വെളിയിലേക്ക് പോകും, അതായത് നഷ്ടപ്പെടുത്തും. ആറ്റത്തിന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ എന്തായിട്ട് മാറും? അയോണായിട്ട് മാറും. ഏതയോൺ? Zn2+ അയോൺ. ഈ അയോണുകൾ ലായനിയിലേക്ക് പോകും. ലായനിയിലേക്ക് പോയതിന് ശേഷം നോക്കൂ, ഇവിടെ ഒരു ലോഹമുണ്ട്. നിങ്ങൾ ക്രിയാശീല ശ്രേണിയിൽ കാണുന്ന, റിയാക്ടിവിറ്റി സീരീസിൽ കാണുന്ന ഒരു ലോഹം ഇവിടെ ഉണ്ട്. ഏതാണ്? കോപ്പർ. ആ കോപ്പറിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറിൻ്റെ സ്ഥാനത്തേക്ക് സിങ്ക് 2+ കടന്നു വരും. ഞാൻ നേരത്തെ ഒരു ബോളിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ബോളിൻ്റെ സ്ഥാനം മറ്റൊരു ബോൾ കരസ്ഥമാക്കി. ഇവിടെ അങ്ങനല്ലേ? കോപ്പറിൻ്റെ സ്ഥാനത്തേക്ക് ഇപ്പോൾ ആര് വന്നു? സിങ്ക് 2+ കടന്നു വന്നു. ആ പ്രവർത്തനം എന്താണ്? ആദേശം. ചുരുക്കി പറഞ്ഞാൽ കോപ്പറിനെ സിങ്ക് ആദേശം ചെയ്തു. ഇനി ഈ കോപ്പർ 2+ന് എന്ത് സംഭവിച്ചു നോക്കാം. കോപ്പർ 2+ 2 ഇലക്ട്രോണുകൾ സ്വീകരിക്കും. അയോണുകൾ ഇലക്ട്രോൺ സ്വീകരിച്ചാൽ ആറ്റമായിട്ട് മാറില്ലേ? എത്ര ഇലക്ട്രോൺ സ്വീകരിച്ചു? 2 ഇലക്ട്രോൺ. ആരാണ് ഇലക്ട്രോൺ സ്വീകരിച്ചത്? Cu2+. Cu2+ എവിടെ നിന്ന് വന്നു? ലായനിയിൽ നിന്നും. ഇലക്ട്രോണുകൾ 2 ഇലക്ട്രോണുകളും സ്വീകരിച്ച് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും. ഈ കോപ്പർ ആറ്റം എങ്ങോട്ട് പോകും? പ്ലേറ്റിലേക്ക്, സിങ്ക് പ്ലേറ്റിലേക്ക് പോകും. അവിടെ ചെന്ന് അവിടെ പറ്റിയിരിക്കും. ഇതേ കണ്ടില്ലേ? ഏറ്റവും അടിഭാഗം, ആ താഴ്ന്നിരുന്ന ഭാഗത്ത് കോപ്പർ വന്നു. കോപ്പറിൻ്റെ നിറമായി തുടങ്ങി.
ഈ പ്രവർത്തനം തുടർച്ചയായിട്ട് നടക്കും. അടുത്ത രണ്ടാമത്തെ ആറ്റത്തിന് സംഭവിക്കുന്ന കാര്യം പറയാം. സിങ്ക് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ സിങ്ക് പ്ലേറ്റ് liberated 2 electrons become zinc 2+ ion. Zinc 2+ ion moves to the solution then zinc displaces the copper 2+ ions in the copper sulfate. ഇനി ഈ കോപ്പർ 2+ അയോൺ എന്ത് സംഭവിക്കും? 2 ഇലക്ട്രോൺസ് സ്വീകരിച്ച് അക്സെപ്റ്റഡ് 2 ഇലക്ട്രോൺസ് ബിക്കം കോപ്പർ ആറ്റം. ദിസ് കോപ്പർ ആറ്റം ഡിപ്പോസിറ്റ്സ് അറ്റ് സിങ്ക് പ്ലേറ്റ്. വീണ്ടും താഴെ ഉള്ള കളർ ശ്രദ്ധിക്കൂ. സിങ്ക് പ്ലേറ്റിൻ്റെ നിറം നമ്മൾ ആദ്യം കണ്ടു. ഇപ്പോൾ ചെമ്പിൻ്റെ നിറമായിട്ട് മാറുന്നില്ലേ? ഇതല്ലേ നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ കണ്ടത്. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കും. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. സിങ്ക് പ്ലേറ്റിലെ സിങ്ക് ആറ്റം 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തി സിങ്ക് 2+ ആയിട്ട് മാറും. ഇത് ലായനിയിലെ കോപ്പർ 2+നെ ആദേശം ചെയ്യും. അതേ സ്ഥാനത്ത് കടന്നു വരും. ഇങ്ങനെ വെളിയിൽ പോയ കോപ്പർ 2+ ഈ കോപ്പർ 2+ന് എന്ത് സംഭവിക്കും? 2 ഇലക്ട്രോണുകൾ സ്വീകരിക്കും. 2 ഇലക്ട്രോണുകൾ സ്വീകരിക്കും. അപ്പോൾ എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും. ഈ കോപ്പർ ആറ്റം എങ്ങോട്ട് പോകും? സിങ്ക് പ്ലേറ്റിൽ ചെന്ന് പറ്റിയിരിക്കും അല്ലേ? അവിടെ ചെന്ന് സിങ്ക് പ്ലേറ്റിൽ പറ്റിയിരിക്കും. ഈ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലേ? അടുത്ത കോപ്പർ 2+നെയും ആര് മാറ്റും? സിങ്ക് 2+ മാറ്റും. കുറേ കഴിയുമ്പോൾ നേരത്തെയുള്ള നീല നിറം മങ്ങുന്നില്ലേ? ആര് കടന്നു വന്നതുകൊണ്ടാണ്? സിങ്ക് 2+. ഇപ്പോൾ സിങ്കാണ്, സിങ്ക് എന്ന ലോകമാണ് ആ ലായനിയിൽ വന്ന് നിറയുന്നത്. ഈ പ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലായനിയിൽ നിന്നും ആദേശം ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നു. Metals having high reactivity displace the metal having less reactivity from their salt solution. Such chemical reaction is called displacement reactions. ഇനി നമ്മൾ ചെയ്ത 2 പരീക്ഷണങ്ങൾ ചെയ്തു. 2 ബീക്കർ. ആ 2 ബീക്കറിൽ നടന്ന പരീക്ഷണത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഇതാണ് ഒന്നാമത്തെ ബീക്കർ എന്നിട്ട് സങ്കല്പിക്കുക. ഇത് രണ്ടാമത്തെ ബീക്കറിൽ നടന്ന പ്രവർത്തനമാണ്. ഒന്നാമത്തെ ബീക്കറിൽ എന്താണ് എടുത്തത്? കോപ്പർ സൾഫേറ്റ് ലായനി. രണ്ടാമത്തെ ബീക്കറിലോ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി അല്ലേ? ഇവിടത്തേക്ക് ഒന്നാമത്തെ ബീക്കറിൽ ഞാൻ ഏത് ലോഹമാണ് താഴ്ത്തിയത്? സിങ്ക്. അവിടെ എന്ത് സംഭവിച്ചു? സിങ്ക് കോപ്പറിനെ ആദേശം ചെയ്തു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? നിങ്ങൾ നോക്കൂ, സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ക്രിയാശീല ശ്രേണിയിലെ സ്ഥാനം നോക്കൂ. സിങ്ക്, കോപ്പർ ഇവയിൽ ഏതിനാണ് ക്രിയാശീലത കൂടുതൽ? വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? സിങ്കിന് കോപ്പറിനേക്കാൾ ക്രിയാശീലത കൂടുതലാണ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ബീക്കറിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം സംഭവിക്കും. എങ്ങനെ? സിങ്ക് 2+ ആയിട്ട് മാറുന്നു, നമ്മൾ കണ്ടു. ഈ സിങ്ക് കോപ്പറിൻ്റെ സ്ഥാനം കൈയടക്കും.
ഈ പ്രവർത്തനമാണ് ഒന്നാമത്തെ ബീക്കറിൽ നടന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം. പക്ഷേ രണ്ടാമത്തെ ബീക്കറിൽ രാസപ്രവർത്തനങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം എന്ത്? ഇവിടെ വരുന്ന ലോഹം ഏതാണ്? കോപ്പർ. ആരെയാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ ആദേശം ചെയ്യേണ്ട ലോഹം ഏതാണ്? സിങ്ക്. സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും സ്ഥാനം പറഞ്ഞു. സിങ്കാണ് ഏറ്റവും മുകളിൽ, ക്രിയാശീലത കൂടുതൽ. കോപ്പറിന് ക്രിയാശീലത കുറവാണ്, ശക്തി കുറവാണ്. ഇവിടെ ഏറ്റുമുട്ടേണ്ടത് ശക്തിയുള്ളവൻ്റെ അടുത്ത് ശക്തിയില്ലാത്തവൻ ചെന്നാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം. അവിടെ മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനെ ആദേശം ചെയ്ത് മാറ്റാൻ പറ്റുമോ? അവിടെ ആദേശം നടക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ട്? സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ക്രിയാശീല ശ്രേണിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. എങ്കിൽ നമുക്ക് ഇവിടെ നടന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാം. റെഡിയല്ലേ? ആദ്യം എന്താണ് വന്നത്? സിങ്ക് ആറ്റം. ഇനി ആരുമായിട്ട് പ്രവർത്തിച്ചു? പ്ലസ് കോപ്പർ സൾഫേറ്റ്. 2 റിയാക്റ്റൻസായി. ഇവിടെ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടായത്? ഗിവ്സ് എന്തുണ്ടായി? സിങ്ക് ലായനി എന്തായിട്ട് മാറി? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഏതൊക്കെ തമ്മിലാണ് പ്രവർത്തിച്ചത്? ഗിവ്സ് എന്തുണ്ടായി? സിങ്ക് സൾഫേറ്റും. ഇനി എന്തുണ്ടായി? പ്ലസ്. അത് മാത്രമാണോ? ഒരു പ്രോഡക്റ്റ് കൂടെ ഉണ്ടായി. എന്താണ്? കോപ്പർ ആറ്റം അല്ലേ? Zn പ്ലസ് CuSO4 gives ZnSO4 പ്ലസ് Cu. ഇത് നിങ്ങൾ ബുക്കിലെഴുതി സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതുവരെ പഠിച്ച പാഠഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യനുകളും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം. അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാരെ, ഇനിയും നമുക്ക് രസതന്ത്രത്തിൻ്റെ അറിവിൻ്റെ വിഹായസിലേക്ക് പറക്കാൻ നിങ്ങളിവിടെ വരേണ്ടി വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.